ഹലോ കൂട്ടുകാരെ, നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ? രണ്ട് പഴം എടുത്തിട്ടുണ്ട്. അത് ഒരു ഒരു സൈഡ് ആദ്യം പഴം രണ്ടായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ രണ്ടോ മൂന്നോ പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കണം. കുറച്ച് മൈദമാവ്, കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്ത് ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ബാറ്റർ തയ്യാറാക്കിയത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. എന്നിട്ട് ആ ബാറ്ററിലേക്ക് ഈ പഴം മൊത്തം സോക്ക് ചെയ്ത് വയ്ക്കുക. മുക്കി ഒരു 2 മിനിറ്റെങ്കിലും അങ്ങനെ വയ്ക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. നല്ല ഗുണ്ടുമണി പോലത്തെ പഴംപൊരി കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ കിട്ടും, അതിനേക്കാളും ടേസ്റ്റിൽ കിട്ടും. ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് മാവൊന്നും അതിൽ പിടിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കടയിലതുപോലെ നല്ല ഗുണ്ടുമണിയായിട്ട് കിട്ടും. അപ്പം നമുക്കിനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് എന്തൊഴിച്ചു കൊടുക്കാം? എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് മറിച്ചും തിരിച്ചും അതിൻ്റെ വേവ് അനുസരിച്ച് നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത അതെ, ചൂടോടെ കഴിക്കണം, നല്ല ക്രിസ്പിയായിട്ട് കിട്ടും. പക്ഷെ തണുക്കുമ്പോൾ ആ ക്രിസ്പിനെസ്സൊക്കെ പോവും. പക്ഷെ ചൂടോടെ കഴിക്കാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ഗുണ്ടുമണി പഴംപൊരി കിട്ടും. ഈ ഗുണ്ടുമണി പഴംപൊരി വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നല്ലതായോണ്ട് പറയുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള പലഹാരങ്ങളിലൊന്നാണ് ഈ പഴംപൊരി. നമ്മുടെ ഇവിടെയൊക്കെ വാഴയ്ക്കപ്പം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് പഴംപൊരി ഉണ്ടാക്കി തുടങ്ങാം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കഴിഞ്ഞു. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാം. അതിനിടയ്ക്ക് പണിയുണ്ടല്ലോ. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തു ചെയ്യാം? നമുക്ക് ഓരോരോ പീസസ് പഴമെടുത്ത് ബാറ്ററിൽ മുക്കി നന്നായിട്ട് ക്വാണ്ടിറ്റിയിൽ തന്നെ മുക്കിയെടുക്കണം. മാവ് നന്നായിട്ട് വേണം. ഒരു സൈഡ് നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയായാലും അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ കുറച്ച് മാവ് നമ്മളിടുമ്പോൾ അതിൻ്റെ പുറത്തില്ലെങ്കിൽ അത് ആ കയ്യിലുള്ള മാവ് അതിലേക്ക് ഇങ്ങനെ ഇറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗുണ്ടുമണി വാഴയ്ക്കപ്പം അല്ലെങ്കിൽ പഴംപൊരി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
രണ്ടെണ്ണം ഒട്ടിപ്പോയി ഗെയ്സ്. അത് മറിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ വല്ല വിധേനെ മറിച്ചങ്ങ് തള്ളി ഒരിടക്കങ്ങ് ഇട്ടു. കുഴപ്പമില്ല, വേറൊന്നും സംഭവിച്ചില്ല. വേറൊന്നും സംഭവിക്കാതെ ഞാൻ അതിനെ ഒപ്പിച്ചെടുത്തു ഗെയ്സ്, ഒപ്പിച്ചെടുത്തു. കണ്ടോ ഗെയ്സ്, നല്ല ഗുണ്ടുമണി പഴംപൊരി അല്ലെങ്കിൽ വാഴയ്ക്കപ്പം. കണ്ടോ ഗെയ്സ്, നല്ല ഗുണ്ടുമണിയല്ലേ? പണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഈ ഗുണ്ടുമണി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റത്തേയില്ലായിരുന്നു. അപ്പോൾ ഈ ഗുണ്ടുമണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് കുറേ പ്രാവശ്യം ഉണ്ടാക്കി വന്നപ്പോഴെനിക്ക് കൃത്യമായിട്ട് ഗുണ്ടുമണിയായിട്ട് കിട്ടി. അതിൻ്റെ ട്രിക്ക് പിടികിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഗുണ്ടുമണി ഉണ്ടാക്കാം. അതായത് മാവ് നന്നായിട്ട് പൊതിഞ്ഞിരിക്കണം. നമ്മളെടുത്തിടുമ്പോൾ മാവ് കിട്ടത്തില്ല. നമുക്കടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് ഇടാം. രണ്ടാമത്തെ സ്റ്റെപ്പ്, കുറച്ച് എണ്ണ കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാവും. പിന്നെ എണ്ണ ബാലൻസ് വരുന്ന എണ്ണ കളയണ്ടേ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ കുറച്ച് എണ്ണയിൽ ഉണ്ടാക്കുന്നത്. എണ്ണയ്ക്കൊക്കെ തീ പിടിച്ച വിലയല്ലേ, അതുകൊണ്ടാണ്.